പ്രതീക്ഷയോടെ തന്നെ നമുക്ക് ഇരിക്കാം. ഈ പറയുന്ന ക്രൂ 11 ദൗത്യം ആ സംഘം ഇപ്പോൾ ഏകദേശം താഴേക്കേക്ക് എത്താൻ പോവുകയാണ്. സ്പ്ലാഷ് ഡൗണിനുള്ള സമയം ആയിരിക്കുന്നു. ഈ ഓർബിറ്റൽ റീബേണിംഗ് കഴിഞ്ഞിരിക്കുന്നു. സ്പ്ലാഷ് ഡൗൺ അല്പസമയത്തിനകമാണ്. 2:11 പറഞ്ഞത്. ദിൽന മധു വീണ്ടും സയൻസ് ഡെസ്കിംഗ് ചെയ്യുന്നു. ദിൽന, ഏകദേശം നമ്മൾ കാത്തിരിക്കുന്ന ആ മിനിറ്റുകളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. വലിയ സങ്കീർണതകളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഈ രാജഗോപാൽ കമ്മത്ത് അടക്കം സൂചിപ്പിച്ചൊരു കാര്യം, നമുക്ക് ഇങ്ങനെ ഒരു മെഡിക്കൽ ഇവാക്യുവേഷൻ്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ, ആ പറയുന്ന പ്രസ്തുത വ്യക്തിയുടെ മെഡിക്കൽ കണ്ടീഷൻ ആ വ്യക്തി എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക അദ്ദേഹം പങ്കുവെക്കുന്നതിന് അപ്പുറത്തേക്ക് ദൗത്യവുമായി ബന്ധപ്പെട്ട സങ്കീർണതകളൊന്നും ഇല്ല എന്നൊരു പ്രത്യാശകരമായ വാർത്ത തന്നെ അദ്ദേഹം പങ്കുവെക്കുന്നത്. ദൗത്യം എവിടെ എത്തി, ഏതുവരെ എത്തിയതില്ല? ശരി, അങ്ങനെ തന്നെയാണ്. ആ വ്യക്തിയുടെ ആരോഗ്യനില മാത്രമാണ് ആശങ്കയായിട്ടുള്ളത്. അത് വലിയ ഗുരുതരമായ സ്ഥിതിയല്ല എന്ന് നാസ് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അത് സ്പ്ലാഷ് ഡൗൺ പൂർത്തിയാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായി തന്നെ പറഞ്ഞ സമയത്തിനനുസരിച്ച് തന്നെ ആ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇത് നേരത്തെ ഡിയോർബിറ്റ് ജ്വലനത്തിന് ശേഷം ഏതാണ്ട് താഴോട്ടേക്ക് പതിക്കുന്നതിനിടയിൽ ഏതാണ്ട് ഒരു കുറച്ച് സമയം ഈ പേടകവുമായിട്ടുള്ള ആശയവിനിമയ ബന്ധം ഇല്ലാതാകും. അതിനുശേഷം കൃത്യമായ ആശയവിനിമയ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാ അല്പസമയത്തിനകം തന്നെ അത് കടലിൽ പതിക്കും എന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. ആ ദൃശ്യങ്ങൾ നാസയുടെ തത്സമയ സംപ്രേഷണത്തിൻ്റെ ദൃശ്യങ്ങളാണ്. എന്തായാലും നാസയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മെഡിക്കൽ ഇവാക്യുവേഷൻ പല രീതിയിൽ പല ഘട്ടങ്ങളിൽ ആളുകളെ കൊണ്ടുപോവുകയും ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ പോലും ഇത് ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. നിലവിൽ പേടകം പറന്നിറങ്ങുകയാണെന്ന ദൃശ്യങ്ങളാണ്, സാറ്റലൈറ്റ് ഇമേജുകളാണ് പ്രേക്ഷകർ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ സുഭാംശു ശുക്ലയുടെ മിഷനിലൊക്കെ കണ്ടതുപോലെ തന്നെ ഈ പറയുന്ന പാരച്യൂട്ടുകൾ വഴി ആ പേടകം, ഈ പറയുന്ന സ്പേസ് മിഷന്റെ പേടകം ഇപ്പോൾ ഇതാ കടലിലേക്ക് പതിയെ ഇറങ്ങുന്നു. നമ്മൾ കാണുമ്പോൾ ചെറിയ വേഗതയാണെങ്കിലും വലിയ വേഗതയിലാണ് വരുന്നത്. അതിൽ തുടരാം. നാസയുടെ ആ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കാണുന്നത്. ഇത് പേടകം താഴോട്ടേക്ക് ആളുകൾ വരികയാണ്. അവരെ കടലിൽ നിന്ന് കൃത്യമായി എടുത്ത് സുരക്ഷിത കരകളിൽ എത്തിക്കാൻ, സുരക്ഷിത കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള റിക്കവറി സംഘം അതവിടെ പതിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. കൃത്യമായ സംഘം എത്തിയിട്ടുണ്ട്. ആ രീതിയിൽ വളരെ വിജയകരമായി തന്നെ ഈ ദൗത്യം നാസ പൂർത്തിയാക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും നാസയുടെ ചരിത്രത്തിൽ പതിച്ചു എന്ന് മനസ്സിലാകുന്നു. അതെ, ആ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അവിടെ എത്തിയിട്ടുണ്ട്. ആ ഇരുണ്ട അന്തരീക്ഷമാണ്, അവിടുത്തെ സമയം അങ്ങനെയാണ്. കാലാവസ്ഥയെല്ലാം വളരെ കൃത്യമായിരുന്നു എന്ന് ഉറപ്പിച്ചത് ശേഷമാണ് ഈ സ്പ്ലാഷ് ഡൗൺ എന്നുള്ള ഈ സമയം അവർ കൃത്യമായി എടുത്തിരുന്നത്. എന്തായാലും അത് വിജയകരമായി തന്നെ ആ ദൗത്യം നാസ പൂർത്തിയാക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അവരെ കരയിലെത്തിക്കുക, സുരക്ഷിതമായി രോഗമുള്ള കടലിൽ പതിച്ചിരിക്കുന്നു. സ്പ്ലാഷ് ഡൗൺ പൂർത്തിയാക്കിയിരിക്കുന്നു. അമേരിക്കയിൽ ഇപ്പോൾ രാത്രി സമയമാണ്. നമ്മൾ നൈറ്റ് വിഷൻ ക്യാമറ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മൾ ഈ പറയുന്ന ആക്സി മിഷനിലൊക്കെ കണ്ടതുപോലെ തന്നെ പാരച്യൂട്ട് വഴി ഈ പറയുന്ന ഡ്രാഗണിനെ താഴേക്ക് ഇറക്കി അവിടെ ഇനി അല്പസമയം കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന പേടകത്തിൽ നിന്ന് അതിന് ചുറ്റുമുള്ള ഈ കരസേനയുടെ അടക്കം കപ്പലുകൾ ഇവരെ പുറത്തേക്ക് ഇറക്കും. എന്തായാലും ദൗത്യം വിജയകരമായിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ അടുത്ത ഫെബ്രുവരിയിൽ മാത്രം ഇറങ്ങേണ്ടിയിരുന്ന ക്രൂ 11-ലെ 4 യാത്രികരെ ഈ പറയുന്ന സ്പേസ് മിഷന്റെ ഓർബിറ്റിൽ ഈ സ്പേസ് ക്രാഫ്റ്റിൽ താഴെ ഇറക്കിയിരിക്കുന്നു. വിജയകരമായി ഈ പറയുന്ന ദൗത്യം പൂർത്തിയായിരിക്കുന്നു. സ്പ്ലാഷ് ഡൗൺ പൂർത്തിയായിരിക്കുന്നു. ഇതിൽ തുടരാം. അങ്ങനെ 4 ബഹിരാകാശ സഞ്ചാരികളെയും ആസ്ട്രോണോട്ടുകളെയും തിരിച്ച് ഇറക്കിയിരിക്കുകയാണ്. അവരെ ഇനി ആരോഗ്യസ്ഥിതി മോശമായ അസുഖമുള്ള ആളുടെ കാര്യത്തിൽ തുടർന്നുള്ള മെഡിക്കൽ കാര്യങ്ങളിലേക്ക് നാസ കടക്കും. മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരെ സുരക്ഷിതമായി തിരിച്ച് കരയിലെത്തിക്കുന്ന ആ ദൗത്യം മാത്രമാണ്. നമുക്ക് ആ പേടകം കാണാം. അവിടെ കാലിഫോർണിയ തീരത്തിനടുത്ത് അതവിടെ കിടക്കുകയാണ്, കടലിലാണ്. തിരിച്ചെത്തിക്കുക എന്നതാണ് ആ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. എന്തായാലും വളരെ വിജയകരമായി തന്നെ നാസ ഈ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 165 ദിവസത്തോളം ഈ സംഘം, 4-അംഗ സംഘം അവിടെ ഉണ്ടായിരുന്നു. സെന കാഡ്മാൻ, മൈക്ക് ഫിൻക് ഇവർ രണ്ടുപേരും നാസയുടെ ആസ്ട്രോണോട്ടുകളാണ്. ഒപ്പം കിമിയ യുയി, അവർ ജാപ്പാനീസ് ശാസ്ത്രജ്ഞയാണ്. ഒലേഗ് പ്ലാറ്റനോവ്, അദ്ദേഹം റഷ്യയിൽ നിന്നാണ്. ഈ 4-അംഗ സംഘമാണ് ഈ ക്രൂ 11-ന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇവിടെ ബഹിരാകാശ നിലയത്തിലേക്ക് പോയത്. അവർ ഒരു വാക്ക് നടത്താൻ തയ്യാറെടുക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച. അത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുകയായിരുന്നു. ബഹിരാകാശ നടത്തം ക്യാൻസൽ ചെയ്യുകയായിരുന്നു. തുടർന്ന് ആണ് നാസയുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പുണ്ടാകുന്നത്. ഒരു എമർജൻസി ഇവാക്യുവേഷൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ 4-അംഗ സംഘത്തിൽ ഒരാളുടെ ആരോഗ്യനിലയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിൽ നാസ പറയുന്നു. അത് പറയുമ്പോഴും ഗുരുതരമായ ആരോഗ്യ പ്രശ്നമല്ല എന്ന് നാസ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ സംഘത്തിൽ ആർക്കാണ് ഇങ്ങനൊരു പ്രശ്നമുണ്ടായത്, എന്ത് അസുഖമാണ് വന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും നാസ വ്യക്തമാക്കിയിട്ടുമില്ല. അതൊരു പ്രോട്ടോകോൾ പ്രകാരം അതിൻ്റെ രഹസ്യ സ്വഭാവത്തിൽ തന്നെ കൊണ്ടുപോകാനാണ് നാസ തയ്യാറായിട്ടുള്ളത്. എന്തായാലും സെന കാഡ്മാനും മൈക്ക് ഫിൻകും ചേർന്നുള്ള ഒരു
വാക്ക് അതിന് തൊട്ട് മുമ്പായിരുന്നു ഇത് ഈ വാക്ക് ക്യാൻസൽ ചെയ്യുകയും ഇവാക്വേഷൻ പദ്ധതിയെക്കുറിച്ച് നാസ ആലോചിക്കുകയും ചെയ്തത്. അതിനുശേഷം ഈ നിലവിൽ ബഹിരാകാശ നിലയത്തിൽ 3 അംഗ സംഘം വേറെയുണ്ട്. അവർ കഴിഞ്ഞ നവംബറിൽ മറ്റൊരു ദൗത്യവുമായി വന്ന സംഘമാണ്. അത് സുയസിൽ പേടകത്തിൽ അവിടെ എത്തിയിട്ടുള്ള 3 അംഗ സംഘമാണ്. അതിൽ ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനുണ്ട്, 2 റഷ്യക്കാരുണ്ട്. ഇവർക്ക് ഈ ബഹിരാകാശ നിലയത്തിൻ്റെ ചുമതല നൽകിക്കൊണ്ടാണ് ഈ 4 അംഗ സംഘം തിരിച്ചു വന്നത്. കഴിഞ്ഞ ദിവസം നമ്മളതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ഒരു പ്രതീകാത്മക താക്കോലെല്ലാം കൈമാറിക്കൊണ്ട് ആ സംഘത്തിന് ഈ ബഹിരാകാശ നിലയത്തിൻ്റെ പൂർണ്ണ ചുമതല നൽകിക്കൊണ്ടാണ് ഈ 4 അംഗ സംഘം അവിടെ നിന്ന് ഇറങ്ങിയത്. തങ്ങൾ പൂർത്തിയാക്കാൻ പറ്റിയില്ല ഞങ്ങളുടെ എല്ലാ പരീക്ഷണങ്ങളും ദൗത്യവും എങ്കിൽ പോലും 165 ദിവസത്തോളം അവിടെ ചെലവഴിച്ച് അവർ മുൻകൂട്ടി നിശ്ചയിച്ച ചില പരീക്ഷണങ്ങളുമെല്ലാം നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ സംഘം തിരിച്ചു വരുന്നത്. അതിനുശേഷം ഇന്ന് പുലർച്ചെ ഏതാണ്ട് 3 മണിക്ക് ശേഷമാണ് ഈ അൺഡോക്കിംഗ് നടന്നത്. അവസാനം ഏതാണ്ട് ഇന്നൊരു 1:21 ഈ ഡിയോർബിറ്റ് ജ്വലന പ്രക്രിയ ആരംഭിച്ചു. അത് ഏതാണ്ട് 13.5 മിനിറ്റ്. അതിനുശേഷം ഭൂമിയുടെ അവർക്ക് സർവീസ് മോഡ്യൂൾ പോലുള്ള തിരിച്ചിറങ്ങുന്നതിന് ആവശ്യമില്ലാത്ത പേടകത്തിൻ്റെ ഭാഗങ്ങളെല്ലാം ഉപേക്ഷിച്ചു. പിന്നീട് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വന്നു. ഈ അന്തരീക്ഷത്തിലേക്ക് വരുന്ന സമയത്ത് ഏതാനും മിനിറ്റുകൾ ആശയവിനിമയ ബന്ധം വിച്ഛേദിക്കപ്പെടും. അതിനുശേഷം അത് പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇപ്പോൾ നമ്മൾ കാണുന്നത് വിജയകരമായ ആ ദൗത്യത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ ദൃശ്യമാണ്. എന്തായാലും നാസ ഈ ദൗത്യം മെഡിക്കൽ ഇവാക്വേഷൻ എന്ന ദൗത്യം വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.